Good morning dear students and warm welcome to our third online class. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 4 തിയറിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ളൊരു 3 തിയറിയും കൂടിയും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയാണ്. എന്താണ് ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ്? ഒരു ട്രാൻസാക്ഷന് വേണ്ടി എത്ര കോസ്റ്റ് ചിലവാക്കുന്നുണ്ട് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറീനെയാണ് എന്തായിട്ട് പറയുന്നത്? ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എങ്ങനെയൊക്കെ വരാം? ഒരു ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ളൊരു ബാർഗെയിനിങ് ആയിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിസീസിൻ്റെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നതിലും വരാവുന്ന കോസ്റ്റുകളെയാണ് ഇവിടെ ജനറലായിട്ട് എന്തായിട്ട് പറയുന്നത്? ട്രാൻസാക്ഷൻ കോസ്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്താണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇനീഷ്യേറ്റഡ് ബൈ സിയർട്ട് ആൻഡ് മാർച്ച് ആൻഡ് ലേറ്റർ തിയററ്റിക്കലി ഡിസ്ക്രൈബ്ഡ് ആൻഡ് എക്സ്പോസ്ഡ് ബൈ വില്യംസൺ. ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സിയർട്ട് ആൻഡ് മാർച്ചാണ്. തിയററ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുകയും അത് എക്സ്പോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് വില്യംസൺ ആണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി വാസ് എൻ ഇൻ്റർഡിസിപ്ലിനറി അലയൻസ് ഓഫ് ലോ, എക്കണോമിക്സ് ആൻഡ് ഓർഗനൈസേഷൻ. ലോയും അതോടൊപ്പം തന്നെ എക്കണോമിക്സും ഒരു ഓർഗനൈസേഷനെയും കൂടി ഇൻ്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി ആയിട്ട് പറയുന്നത്. അപ്പോൾ ലീഗലായിട്ടും അതുപോലെ തന്നെ ഇക്കണോമിക്കലായിട്ടും ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഫ്രെയിം വർക്കിൽ വരുന്ന എല്ലാ പോളിസീസിനെയും കൂടി ഒരു ഇൻ്റർഡിസിപ്ലിനറി കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This theory attempts to view the firm as an organization comprising people with different views and objectives. ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ റിലേഷൻസ് ഉണ്ട്, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. ഓരോ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വ്യൂസ് എന്ന് പറയുന്നതും ഒന്നിനൊന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇതിനെല്ലാത്തിനെയും നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് മാത്രമേ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഓപ്പറേഷൻ ഏരിയയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. So the transaction cost theory is part of a corporate governance and agency theory. ഏജൻസി തിയറിയുടെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ ഒരു ഭാഗമാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് കോസ്റ്റ് വിൽ അറൈസ് വെൻ യു ഗെറ്റ് സംവൺ എൽസ് ടു ഡു സംതിങ് ഫോർ യു. എക്സാമ്പിൾ, ഡയറക്ടേഴ്സ് ടു റൺ ദ ബിസിനസ് യു ഓൺ. ഏതെങ്കിലും ഒരു പ്രവർത്തനം നടത്താനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്സിനെ ആവശ്യമുണ്ട്. അവരെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സർവീസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ചൊരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു എക്സ്പെൻസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ട്രാൻസാക്ഷൻ കോസ്റ്റായിട്ട് പറയുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റ് വിൽ ഒക്വർ വെൻ ഡീലിംഗ് വിത്ത് അനദർ എക്സ്റ്റേണൽ പാർട്ടി. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഹയർ ചെയ്യുമ്പോഴാണ് എന്ത് അറൈസ് ചെയ്യുന്നത്? ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അറൈസ് ചെയ്യുന്നത്. സെർട്ടൻ ഇൻഫോർമേഷൻ കോസ്റ്റ് ടു ഫൈൻഡ് ദ സപ്ലയർ. സപ്ലയറെ കിട്ടാനാണെങ്കിൽ നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടി വരിക? ഇൻഫോർമേഷൻ കോസ്റ്റിനെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് സപ്ലയേഴ്സിനെ സെർച്ച് ചെയ്യണം. അതോടൊപ്പം നമുക്ക് വരുന്നത് എക്സ്പെൻസിൻ്റെ പേരെന്താണ്? ഇൻഫോർമേഷൻ കോസ്റ്റാണ്. രണ്ടാമത്തത് പർച്ചേസ് ദ കോമ്പോണൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? ബാർഗെയിനിങ് ആൻഡ് ഡിസിഷൻ കോസ്റ്റ്. ബാർഗെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഡിസിഷൻ കോസ്റ്റാണ് വരുന്നത്. ലാസ്റ്റിൽ വരുന്നത് മോണിറ്റർ ദ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുമ്പോൾ പോളിസിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? പോളിസിങ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ്. അപ്പോൾ 3 തരത്തിലുള്ള കോസ്റ്റാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഇൻഫോർമേഷൻ കോസ്റ്റ്, ഡിസിഷൻ കോസ്റ്റ്, എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ്.
മൂന്ന് കാറ്റഗറിയിൽ നിന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ഇൻഫോർമേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സപ്ലയേഴ്സിനെ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ഇൻഫോർമേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം ഒരു കോമ്പോണൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാർഗൈനിങ് എന്ന് പറയുന്നതും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരുന്ന കോസ്റ്റിനെയാണ് ഡിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ് ആണ്. അത് ക്വാളിറ്റി മോണിറ്റർ ചെയ്യുന്ന സമയത്ത് ഒരു പോളിസീസ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസിനെയാണ് എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ way in which a company is organized can determine its control over transactions and hence cost. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഓർഗനൈസേഷനിലും എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? മിനിമൈസ് ദ കോസ്റ്റ്, മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഏത് ഏരിയയിലേക്കാവണം? ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കൺട്രോളിംഗ് ആണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൽ ആവശ്യമുള്ളത്. It is the interest of management to internalize transactions as much as possible to remove these costs and the resulting risk and uncertainties about the prices and the quality. നമ്മൾ എപ്പോഴും കോംപ്രമൈസ് ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസും. ക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ വരുന്ന പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രൈസ് ആയിരിക്കണം നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ടു റിമൂവ് ദീസ് കോസ്റ്റ്, അതായത് ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ റിസൾട്ടിങ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്, റിസ്ക് ഒഴിവാക്കുകയും വേണം. അൺസർട്ടനിറ്റീസിൽ വരുന്ന ഒരു ഇൻക്രീസ്, ഏതിലൊക്കെ വരുന്ന ഇൻക്രീസ്? പ്രൈസിൽ വരുന്ന ഇൻക്രീസ്, അതുപോലെ തന്നെ ക്വാളിറ്റി കോംപ്രമൈസ്, ഈ കാര്യങ്ങളിൽ വരുന്ന അൺസർട്ടനിറ്റീസും റിസ്ക്കും ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുകയും വേണം. For example, a beer company owning the breweries, public houses and suppliers removes the problem of negotiating prices between the supplier and the retailer. എന്താണ് ഈ ബ്രിവറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രിവറീസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് മദ്യനിർമ്മാണശാലകൾ എന്ന് പറയും. ബ്രിവറേജസ് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബ്രിവറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബീർ കമ്പനിയാണ്. ആ ബീർ കമ്പനിയിൽ പബ്ലിക് ഹൗസസ് ആൻഡ് സപ്ലയേഴ്സ് റിമൂവ്സ് ദ പ്രോബ്ലം ഓഫ് നെഗോഷിയേറ്റിംഗ് പ്രൈസസ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് ദ റീറ്റെയിലർ. സപ്ലയേഴ്സും റീറ്റെയിലേഴ്സും തമ്മിലുള്ള ഒരു നെഗോഷിയേറ്റിംഗ് എന്ന് പറയുന്നത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പബ്ലിക് ഹൗസസും അതുപോലെ തന്നെ സപ്ലയേഴ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന സപ്ലയേഴ്സിൻ്റെ റീറ്റെയിലേഴ്സിൻ്റെ നെഗോഷിയേറ്റിംഗ് പ്രൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Overall, transaction cost theory is all about the cost incurred to bring the directors to work in the company and cost incurred as a result of monitoring directors' actions. ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടറെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ എത്രത്തോളം കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഇൻകർ ആസ് എ റിസൾട്ട് ഓഫ് മോണിറ്ററിങ് ഡയറക്ടേഴ്സ് ആക്ഷൻസ്. ഒരു ഡയറക്ടറെ ഹയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഡയറക്ടറുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുകയും വേണം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു തിയറിയാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയുടെ സമ്മറി പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ട്രാൻസാക്ഷൻ കോസ്റ്റിനെയാണ്. ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മൾ ഒരു മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇവിടെ കോർപ്പറേറ്റ് ഗവേണൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള കോസ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഫോർമേഷൻ കോസ്റ്റ്, ഡിസിഷൻ കോസ്റ്റ്, എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റ്. അത് 3 റിലേറ്റഡ് ആയിട്ടുള്ളത് സപ്ലയേഴ്സിനെ സെർച്ച് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കോമ്പോണൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ, ക്വാളിറ്റി മോണിറ്റർ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റുകളാണ്. അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് തിയറി പൊളിറ്റിക്കൽ തിയറിയാണ്. പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് വോട്ടിംഗ് സപ്പോർട്ട്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വോട്ടിംഗ് സപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫോക്കസിങ്ങിൽ വരുന്ന ഒരു തിയറിയാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. സോ ദ പൊളിറ്റിക്കൽ തിയറി പർപ്പസസ് ടു ഡെവലപ്പ് വോട്ടിംഗ് സപ്പോർട്ട് ഫ്രം ഷെയർ ഹോൾഡേഴ്സ് rather than purchasing voting powers them. വോട്ടിംഗ് പവർ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ വോട്ടിംഗ് സപ്പോർട്ടിന്
പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു തിയറിനെയാണ് എന്തായിട്ട് പറയുന്നത്, പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. As a result, political influence in corporate governance may direct corporate governance within the organization. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനിൽ ഡയറക്റ്റായിട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് മച്ച് റിസർവ്ഡ് ആസ് ദ ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ കോർപ്പറേറ്റ് ഡിസിഷൻ മേക്കിംഗ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ കൾച്ചറൽ ചാലഞ്ചസ്. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കൾച്ചറൽ ചാലഞ്ചസും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് റിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരാണ് റിസർവ് ചെയ്യുന്നത്? ഗവൺമെൻറ് പാർട്ടിസിപ്പേഷനിലൂടെ പബ്ലിക് ഇൻട്രസ്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും അതിന് റിസർവേഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്തിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്? കൾച്ചറൽ ചാലഞ്ചസിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് ഇവിടെ എടുക്കുന്നത്. The political model highlights the allocation of corporate power, profits and privileges are determined through the government support. അപ്പോൾ പൊളിറ്റിക്കൽ തിയറിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തിനാണ്? ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. ഗവൺമെൻറ് സപ്പോർട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? അലോക്കേഷൻ ഓഫ് കോർപ്പറേറ്റ് പവർ, കോർപ്പറേറ്റ് പവറിൻ്റെ അലോക്കേഷൻ, അതോടൊപ്പം തന്നെ പ്രോഫിറ്റ്സ് ആൻഡ് പ്രിവിലേജസ്, പ്രോഫിറ്റ്സും അതുപോലെ തന്നെ പ്രിവിലേജസും. എന്താണോ ആ ഓർഗനൈസേഷൻ പ്രിവിലേജസ് ആയിട്ട് കാണുന്നത് അതിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടിയാണ് ഇവിടെ പറയുന്നത്. The political model of corporate governance can have a vast influence on government developments. അപ്പോൾ ഗവർണൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിൽ കൊടുക്കുന്നുണ്ട്? പൊളിറ്റിക്കൽ മോഡൽ കോർപ്പറേറ്റ് ഗവർണൻസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം വാസ്റ്റ് ഇൻഫ്ലുവൻസ് തന്നെയാണ് എന്തിനുള്ളത്? ഗവർണൻസ് ഡെവലപ്മെൻറ്റിനുള്ളത്. അതായത് പൊളിറ്റിക്കലായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് സീൻ ദാറ്റ് ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി ഹാസ് ബീൻ എക്സസൈസിങ് സ്ട്രോങ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓൺ ഫേംസ്. അപ്പോൾ ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇവിടെ എന്താണ് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആണ് ഓരോ ഓർഗനൈസേഷനിലും ശക്തമായിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് പൊളിറ്റിക്കൽ തിയറി മൂലം ഉദ്ദേശിക്കുന്നത്. In short, there is an entrance of politics into the corporate governance structure. നമുക്ക് കൺക്ലൂഷനായിട്ട് എന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസിൽ ഒരു പ്ലേസ് കൊടുക്കുക, ഒരു റോള് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പൊളിറ്റിക്കൽ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള 6 എണ്ണമാണ്. ഇതിന് പുറമേ നമുക്ക് എത്തിക്സ് തിയറിയും കൂടി ഈ കോർപ്പറേറ്റ് ഗവർണൻസിനെ ബാധിക്കുന്ന ഒരു തിയറിയാണ്. ഈ എത്തിക്സ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീതിശാസ്ത്രപരമായിട്ടുള്ള തിയറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു 5 ടൈപ്പ് ഓഫ് എത്തിക്സ് തിയറി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 6 തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസ് ആണ്. അതിന് പുറമേയുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു തിയറിയാണ് എന്ത്? എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. അതും കൂടി വരുമ്പോഴാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് അതോടൊപ്പം തന്നെ എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എത്തിക്സ് തിയറി എന്താണെന്ന് നോക്കാം. ദ എത്തിക്സ് തിയറീസ് ക്യാൻ ബി ക്ലോസ്ലി അസോസിയേറ്റഡ് ടു കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ത്? എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. എന്താണ്? നൈതിക സിദ്ധാന്തങ്ങളാണ് ഇവിടെ എത്തിക്സ് തിയറിയിൽ അപ്ലൈ ചെയ്യുന്നത്. So these includes business ethics theory, virtue ethics theory, feminist ethics theory, discourse ethics theory, postmodern ethics theory. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 ടൈപ്പ് ഓഫ് എത്തിക്സ് തിയറി ഉണ്ട്. ഏതൊക്കെയാണ്? ബിസിനസ് എത്തിക്സ് തിയറി, വെർച്വൽ എത്തിക്സ് തിയറി, ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറി, ഡിസ്കോഴ്സ് എത്തിക്സ് തിയറി, പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി. ഇത് 5ഉം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എത്തിക്സ് തിയറിയുടെ പോർഷൻ കഴിഞ്ഞു. അപ്പം നമുക്ക് 5 എണ്ണം ഏതാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്? ബിസിനസ് എത്തിക്സ് തിയറിയാണ്. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ഡിസിഷൻ ആൻഡ് സിറ്റുവേഷൻ വെയർ ദ റൈറ്റ് ആൻഡ് റോങ്സ് ആർ അഡ്രസ്ഡ്. നമുക്കറിയാം എത്തിക്സ് തിയറി എന്ന് പറഞ്ഞാൽ നീതിശാസ്ത്രമാണ്. അവിടെ ഒരു ലീഗാലിറ്റി അല്ലെങ്കിൽ ലോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ഇംബാലൻസ് ഉണ്ടാവാനായിട്ട് പാടില്ല, പാർഷ്യാലിറ്റി ഉണ്ടാവാനായിട്ട് പാടില്ല.
അതിനെയാണ് നമ്മൾ എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ് എത്തിക്സ് തിയറിയിൽ ബിസിനസ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡിസിഷൻസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും ഓരോ ഓർഗനൈസേഷനെ ബാധിക്കുന്നത്, ഒരു ബിസിനസ്സിനെ ബാധിക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? അത് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം. The main reason for this are the power and influence of business in any given society is much stronger now. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധമുണ്ട്? ഒരു സൊസൈറ്റിയുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ബന്ധം ഉണ്ട്. The companies have become a major provider to the society in terms of jobs, products and services. നമ്മൾ നേരത്തെ പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുകയും സൊസൈറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക്കലായിട്ട്, പൊളിറ്റിക്കലായിട്ട്, സോഷ്യലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ എയിം ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ഓർഗനൈസേഷൻ നിൽക്കുമ്പോൾ അവിടെ ജോലി സാധ്യതകൾ കൂടുതൽ വേണം. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നതും അവരുടെ സർവീസ് എന്താണോ മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുന്നത് അത് എങ്ങനെയുള്ളതായിരിക്കണം? ഒരു സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. പബ്ലിക് ഇൻട്രസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഓരോ ബിസിനസ് ഫേമും ചെയ്യേണ്ടത്. So business collapse has a greater impact on society and the demands placed by the firm's stakeholders are more complex and challenging. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഓണേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനായിരിക്കണം? സൊസൈറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അവരുടെ ചാലഞ്ച് എന്ന് പറയുന്നത് വളരെ റിസ്ക് ഓറിയൻറ്റഡ് ആണ്. അതായത് അവരുടെ ഒരു താല്പര്യങ്ങളും കണക്കിലെടുക്കണം. അതോടൊപ്പം തന്നെ സൊസൈറ്റിയുടെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിനും വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കണം ഇവിടെ പ്രവർത്തനം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് all the activities which are done by all the organization, it is challenging and complex. കോംപ്ലക്സിങ് ആണ്, അതുപോലെ തന്നെ ചാലഞ്ചിങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Only few big business firms have had any formal education on business ethics, but there seems to be more compromise these days. വളരെ വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ബിസിനസ് എത്തിക്സിനെ കുറിച്ച് ഒരു നോളേജ് ഉണ്ടായിരിക്കും. അതേസമയം ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ബിസിനസ് എത്തിക്സിനെ കുറിച്ചുള്ള ധാരണ വളരെ കുറവായിരിക്കും. അവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ COVID-19 ആണ്. അവിടെ പെൻഡമിക് സിറ്റുവേഷൻ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോമലാണ്. കൂടുതലായിട്ട് തന്നെ അതിനൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മീഡിയകൾ വഴിയായിട്ട് വളരെയധികം സാധ്യമായിട്ടുണ്ട്. Business ethics helps us to identify benefits and problems associated with ethical issues. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ബിസിനസ് എത്തിക്സ് വഴി എന്താണ് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ദ ബെനിഫിറ്റ്സ് ആൻഡ് പ്രോബ്ലംസും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. And the business ethics is important as it gives us a new light into present and a traditional view of ethics. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പണ്ട് ട്രഡീഷണൽ പീരീഡിൽ എങ്ങനെയുള്ള ഒരു ഫേസ് ആയിരുന്നു, അതിനെക്കുറിച്ചുള്ളൊരു പഠനമാണ് ഈ ബിസിനസ് എത്തിക്സിലൂടെ ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ പേഴ്സൺസിനും ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിസിനസ് എത്തിക്സിലേക്കുള്ള ഒരു പുതിയ വെളിച്ചമാണ് ഈ ബിസിനസ് എത്തിക്സിൻ്റെ തിയറി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In understanding the right and wrongs in business ethics, morality is injected that is concerned with the norms, values and benefits fixed in the social process which helps right and wrong for an individual or social community. നന്മയും തിന്മയും തിരിച്ചറിയുകയും നന്മയെ നമ്മൾ ഉൾക്കൊള്ളുകയും തിന്മയെ നമ്മൾ ഒഴിവാക്കുകയും വേണം. ആ ഒരു ലോഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ബിസിനസ് എത്തിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്തിനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? നോംസ്, ഒരു ബിസിനസ്സിൻ്റെ നോംസ്, വാല്യൂസ്, ബിലീഫ്സ്, അതിനെ സോഷ്യൽ പ്രോസസ്സിലൂടെ നമ്മൾ അതിനെ
പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഓരോ ഇൻഡിവിജ്വൽസിനെയും ഓരോ സോഷ്യൽ കമ്മ്യൂണിറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവിടെ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്നതിനെ വേർതിരിച്ചെടുത്തുകൊണ്ട് റൈറ്റ് വേയിലൂടെ പോകാനായിട്ടുള്ള ഒരു തിയറിയാണ് ബിസിനസ് എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. സോ എത്തിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് ദ മൊറാലിറ്റി ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് റീസൺ വിച്ച് ഗിവ്സ് ലൈറ്റ് ഓൺ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് കോൾഡ് എത്തിക്കൽ തിയറീസ് ദാറ്റ് അസർട്ടൈൻ ദ റൈറ്റ് ആൻഡ് റോങ് ഫോർ എ സിറ്റുവേഷൻ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും ഏതൊക്കെയാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുന്നതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും റെക്കഗ്നൈസ് ചെയ്യുകയുമാണ് എത്തിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റഡി ഓഫ് ദ മൊറാലിറ്റിനെ കുറിച്ചുള്ള ഒരു പഠനം, അതുപോലെ തന്നെ അതിൽ എഫക്റ്റ് ചെയ്യുന്ന റീസൺസ് എന്ന് പറയുന്നതിനെ അപ്ലൈ ചെയ്യുക. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് ആണ് നോക്കുന്നത് റൂൾസ് ആൻഡ് പോളിസീസ് വിച്ച് ആർ ഫോളോഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഏത് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത് അതിലുള്ള ശരികളെ കണ്ടെത്തി അത് ഫോളോ ചെയ്യുന്നത് ആണ് ഇവിടെ എത്തിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളുടെ എത്തിക്സ് തിയറിയിലെ ഫസ്റ്റ് തിയറി ആയിട്ടുള്ള ബിസിനസ് എത്തിക്സ് തിയറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇത്രയേ ഉള്ളൂ. ന്യൂ ലൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന ബിസിനസ് എത്തിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. ആ ഒരു കാര്യമാണ് ബിസിനസ് എത്തിക്സ് തിയറിയിൽ പറയുന്നത്. സെക്കൻഡ് തിയറി ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയാണ്. ഇവിടെ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സമാനുഭാവം, ഒരു ഇക്വാളിറ്റി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ എംപതി, ഹെൽത്തി, സോഷ്യൽ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഇവിടെ ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. While business ethics theory focus on the right and wrongs in business, feminist ethics theory emphasizes on empathy, healthy social relationship, loving care for each other and the avoidance of harm. അപ്പോൾ നമ്മൾ ബിസിനസ് എത്തിക്സിൽ ശരിയും തെറ്റിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയിൽ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? ഒരു എംപതി, ഒരു സമാനുഭാവം, അല്ലെങ്കിൽ ഒരു ഇക്വാളിറ്റി, അതുപോലെ തന്നെ ഹെൽത്തി സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹികമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും, അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്നേഹം, ബഹുമാനം, അതുപോലെ തന്നെ ശത്രുതാ മനോഭാവങ്ങൾ ഒഴിവാക്കാനാണ് ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയിൽ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. In an organization, to care for one another is a social concern and not merely profit-centered motive. ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ എയിമായിട്ടുള്ള പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയിൽ ഇവിടെ കൂടുതലായിട്ട് കെയറിങ് ആണ്, പ്രൊട്ടക്ഷനാണ്, സെക്യൂരിറ്റിയാണ്. മറ്റുള്ളവർ തമ്മിൽ ഓരോ പേഴ്സണും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, മോണിറ്റർ ചെയ്യുക, അവരെ കെയർ ചെയ്യുക, അവർക്ക് സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഫോക്കസിങ് ആണ് ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയിൽ ഫോളോ ചെയ്യുന്നത്. So ethics has also to be seen in the light of the environment in which it is exercised. എവിടെയാണോ ആ ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഓഫ് ദ എൻവയൺമെൻറ്റ് എവിടെയാണോ എക്സസൈസ് ചെയ്യുന്നത് അവിടെയാണ് ഈ എത്തിക്സ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അല്ലാതെ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുന്ന ബിസിനസ് എത്തിക്സിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇവിടെ കൂടുതലായിട്ട് പറയുന്ന ഒരു ഇക്വാളിറ്റി, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ സഹായിക്കുക, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറിയിൽ പറയുന്നത്. തേർഡ് തിയറി ഡിസ്കോസ് എത്തിക്സ് തിയറിയാണ്. ഡിസ്കോസ് എത്തിക്സ് തിയറിയിൽ കൂടുതൽ പീസ്ഫുൾ സെറ്റിൽമെൻറ്റ്, ഒരു സമാധാനപരമായിട്ടുള്ളൊരു സെറ്റിൽമെൻറ്റാണ്. ഒരു കോൺഫ്ലിക്റ്റിനേക്കാൾ കൂടുതലായിട്ട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു തിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കോസ് എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. On the other hand, discourse ethics theory is concerned with the peaceful settlement of conflicts. Discourse ethics is also called argumentation ethics, refers to a type of argument that tries to establish ethical truths by investigating the presumption of dialogue. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്കോഴ്സ് എത്തിക്സ് തിയറി എന്ന് പറയുമ്പോൾ പീസ്ഫുൾ സെറ്റിൽമെൻ്റ് ആണ്. ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ആർഗ്യുമെൻറ്റേഷൻ എത്തിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആർഗ്യുമെൻറ്റേഷൻ എത്തിക്സ് എന്ന് പറയാനുള്ള കാരണം? ഇവിടെ വരുന്നത് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, എങ്ങനെയൊക്കെയുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്, അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത്?
ട്രൈസ് ടു എസ്റ്റാബ്ലിഷ് എത്തിക്കൽ ട്രൂത്ത്സ്, എത്തിക്കൽ നീതിപരമായിട്ടുള്ള സത്യങ്ങളെ കൊണ്ടുവരുത്തിക്കൊണ്ട് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ പ്രസംഷൻ. അത് സെയിം ആയിട്ടുള്ള ഇതുപോലെയുള്ള വേറെ ഏതെങ്കിലും ഒരു ഈവൻ്റ് ഒരു ഡയലോഗായിട്ട് എടുത്തുകൊണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ് ഡിസ്കോഴ്സ് എത്തിക്സ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ പ്രസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അനുമാനമായിട്ടുള്ള ഇതുപോലെ വേറെ ഏതെങ്കിലും സംഭവങ്ങളെ പറഞ്ഞുകൊണ്ട് അതൊരു എത്തിക്കൽ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ മോഡ്യൂളിൽ നിന്നുകൊണ്ടാണ് ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? പീസ്ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. Such kind of settlement would be beneficial to promote cultural rationality and cultivate the openness. ഒരു തുറന്ന മനോഭാവം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഒരു കൾച്ചറൽ റേഷണാലിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനും കൂടിയിട്ട് ഡിസ്കോഴ്സ് എത്തിക്സ് തിയറി എന്ന് പറയുന്നത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കോഴ്സ് എത്തിക്സ് തിയറിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊമോട്ട് കൾച്ചറൽ റേഷണാലിറ്റി ആൻഡ് കൾട്ടിവേറ്റ് ദ ഓപ്പൺനെസ്. ഓക്കെ, നെക്സ്റ്റ് തിയറി എത്തിക്സ് തിയറി എന്ന് പറയുന്നത് വെർച്യു എത്തിക്സ് തിയറിയാണ്. ഇവിടെ വെർച്യു എത്തിക്സ് തിയറിയിൽ പ്രത്യേകിച്ചൊരു ഹാബിറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒരു മൈൻഡ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വെർച്യു എത്തിക്സ് തിയറിയിൽ പറയുന്നത്. അതായത് എന്താണ് ഈ വെർച്യു എന്ന് വെച്ചാൽ? പുണ്യം. അപ്പോൾ പുണ്യമായിട്ടുള്ള ഒരു നൈതികതയുടെ ഒരു തിയറിയാണ് വെർച്യു എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. അവിടെ കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മുടെ ഗുഡ്നെസ്, അതുപോലെ തന്നെ ഒരു മോറൽ എക്സലൻസ് എന്ന് പറയുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിയറീനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? വെർച്യു എത്തിക്സ് തിയറി ആയിട്ട് പറയുന്നത്. സോ വെർച്യു എത്തിക്സ് തിയറി ഫോക്കസസ് ഓൺ മോറൽ എക്സലൻസ്, ഗുഡ്നെസ്, ചാസ്റ്റിറ്റി ആൻഡ് ഗുഡ് ക്യാരക്ടർ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ്? 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മോറൽ എക്സലൻസ്, ഗുഡ്നെസ്, അതുപോലെ തന്നെ ചാസ്റ്റിറ്റി ആൻഡ് ഗുഡ് ക്യാരക്ടർ. എന്താണ് ഈ ചാസ്റ്റിറ്റി എന്ന് വെച്ചാൽ? പവിത്രത കീപ്പ് ചെയ്യുന്ന ഒരു തിയറിനെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. വെർച്യു എത്തിക്സ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യ നൈതികതയുടെ തിയറിയാണ് വെർച്യു എത്തിക്സ് തിയറി. അവിടെ കൂടുതലായിട്ട് പവിത്രതയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വെർച്യു ഈസ് എ സ്റ്റേറ്റ് ടു ആക്ട് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താണ് അതിലൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാവുന്നത്? അവിടെ ഒരു വെർച്യു എന്ന് പറയുന്ന ഒരു പവിത്രതയും കൂടിയും അവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ ഹാബിറ്റ് ആസ് എ ഹാബിറ്റ് ക്യാൻ ബി മൈൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് നമുക്ക് അവിടെ പുറത്തെടുക്കാനായിട്ട് പറ്റില്ല. അവിടെ വെർച്യുവിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അരിസ്റ്റോട്ടിൽ കോൾസ് ഇറ്റ് ആസ് എ ഡിസ്പൊസിഷൻ വിത്ത് എ ചോയ്സ് ഓർ ഡിസിഷൻ. അപ്പോൾ നമ്മളുടെ ചോയ്സ് എന്താണ്, നമ്മുടെ തീരുമാനങ്ങൾ എന്താണ്, അതിനെയാണ് അരിസ്റ്റോട്ടിൽ എന്തായിട്ട് പറയുന്നത്? ഡിസ്പൊസിഷൻ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് വെർച്യു എത്തിക്സ് തിയറി പറയുന്നത്. For example, if a board member decides to be honest, now that a decision which he makes and thus strengthens his virtue of honesty. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോർഡ് മെമ്പർ എന്ന് പറയുന്ന ആൾ ഓണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? വെർച്യു ഓഫ് ഓണസ്റ്റി ആയിരിക്കും. ആ അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റിയിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളായിരിക്കും അയാൾ എടുക്കുന്നത്. വെർച്യു ഇൻവോൾവ്സ് 2 ആസ്പെക്ട്സ്. 2 ആസ്പെക്ട്സിലാണ് വെർച്യു എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണ്? എഫക്റ്റീവ് ആൻഡ് ഇൻ്റലക്ച്വൽ. എഫക്റ്റീവ്നെസ്സും വേണം, അതോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ. എന്താണ് ഈ ഇൻ്റലക്ച്വൽ എന്ന് വെച്ചാൽ? ബൗദ്ധികമായിട്ടുള്ള ഒരു കാര്യം കൂടി, ഒരു ഫാക്ടറും കൂടിയും ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായിരിക്കണം. The concept of effective in virtue theory suggests doing the right thing have positive feeling. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെർച്യുവിൽ 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഏതൊക്കെയാണ്? എഫക്റ്റീവ് ഫാക്ടേഴ്സും ഇൻ്റലക്ച്വൽ ഫാക്ടേഴ്സും. ഇവിടെ എഫക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വെർച്യു തിയറിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൂയിങ് ദ റൈറ്റ് തിങ് ആൻഡ് ഹാവ് എ പോസിറ്റീവ് ഫീലിംഗ്. ഒരു പോസിറ്റീവ് ഫീലിങ്ങോടുകൂടി ശരിയായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് നമ്മളിവിടെ എഫക്റ്റീവ് വെർച്യു തിയറി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇൻ്റലക്ച്വൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദി കോൺസെപ്റ്റ് ഓഫ് ഇൻ്റലക്ച്വൽ സജസ്റ്റ് ടു ഡു വെർച്വസ് ആക്ട് വിത്ത് ദ റൈറ്റ് എത്തിക്സ് ഈസ് ജസ്റ്റ് ലൈക്ക് ബിക്കമിങ് എ ബിൽഡർ. ഇവിടെ പറയുന്നത് എന്താണ്? ടു ഡു വെർച്വസ് ആക്ട് വിത്ത് ദ റൈറ്റ് റീസൺ. പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു
ശരിയായിട്ടുള്ള ഒരു കാരണത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു പുണ്യപ്രവൃത്തിയായിരിക്കണം. അതല്ലാതെ ശരിയായിട്ടുള്ളൊരു തീരുമാനം ഒരു കാരണമില്ലാതെ വെറുതെ പുണ്യപ്രവൃത്തി എന്ന് പറയാനായിട്ട് പാടില്ല. ടു ഡു വെർച്വസ് ആക്ട് വിത്ത് ദ റൈറ്റ് റീസൺ, ശരിയായിട്ടുള്ളൊരു കാരണം കൊണ്ടായിരിക്കണം ഈ പുണ്യപ്രവൃത്തി ചെയ്യുന്നത്. വെർച്യൂസ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് വിത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ വെർച്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? നല്ലൊരു നോളേജ് ഉണ്ടായിരിക്കണം. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അക്കാഡമിക് നോളേജിനേക്കാൾ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള അറിവുകൾ കൂടുതൽ സമ്പാദിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വെർച്യൂ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അരിസ്റ്റോട്ടിൽ മെൻഷൻസ് ദാറ്റ് നോളേജ് ഓൺ എത്തിക്സ് ഈസ് ജസ്റ്റ് ലൈക്ക് ബിക്കമിങ് എ ബിൽഡർ. ഒരു ബിൽഡർ എന്ന പോലെയാണ് ഈ എത്തിക്സിൻ്റെ നോളേജ് കളക്ട് ചെയ്യേണ്ടത്. ആത്മീയതയിൽ നിന്നാണ് ആ ഒരു പുണ്യപ്രവൃത്തി വരുന്നത്. അതുകൊണ്ട് നോളേജ് എന്ന് പറയുന്നത് ഒരു ബിൽഡറെ പോലെ തന്നെ സമ്പാദിച്ച് വെക്കേണ്ടതാണ്. ത്രൂ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ആൻഡ് എക്സ്പോഷർ ടു ഗുഡ് വെർച്യൂസ്, ദ ഡെവലപ്മെൻറ്റ് ഓഫ് എത്തിക്കൽ വെർച്യൂസ് ഇൻ എ ചൈൽഡ്സ് ലൈഫ് ഈസ് എവിഡൻറ്റ്. ഒരു ശൈശവകാലത്തിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ശൈശവ ജീവിതത്തിലുള്ള ഒരു ഇന്നസെൻസ് എന്ന് പറയുന്നതാണ് അവിടെ കളങ്കമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് അത് വെർച്വൽ ആക്ഷൻ ആകുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത് എന്തിലേക്ക് ഉയരണം? ആത്മീയത എന്ന് പറയുന്നത് ഗുഡ് വെർച്യൂസിലേക്ക് ഉയരുകയും അവിടുത്തെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കണം? ഒരു ശൈശവ കാലഘട്ടത്തിലുള്ള ജീവിതത്തിനോട് തുല്യമായിരിക്കണം. Hence, if a person is exposed to good or positive ethical standards, exhibiting honesty, justice and fairness, then he would exercise the same and it will be embedded in his will to do the right thing at any given situation. ഏതൊരു സിറ്റുവേഷനിലായാലും സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് കൊണ്ട് പാർഷ്യൽ ബേസിസിൽ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു പേഴ്സൺ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഗുഡ് ആൻഡ് പോസിറ്റീവ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്, പോസിറ്റീവായിട്ടുള്ളൊരു എത്തിക്കൽ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ശരിയിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. എക്സിബിറ്റിംഗ് ഓണസ്റ്റി എന്ന് പറയുന്നത് എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻഡ് ഫെയർ ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വെർച്വൽ എത്തിക്സ് തിയറി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Virtues are a set of traits that helps a person to lead a good life. അപ്പോൾ ഒരു നല്ല ആള്, ഒരു ഓണസ്റ്റി കാണിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം? ഗുഡ് ലൈഫ് ആയിരിക്കണം. അദ്ദേഹത്തിന് സെറ്റ് ഓഫ് ട്രേഡ്സ്, എന്താണ് സെറ്റ് ഓഫ് ട്രേഡ്സ് എന്ന് പറയുന്നത്? സ്വഭാവവിശേഷങ്ങളുടെ ഒരു സെറ്റ് തന്നെ അദ്ദേഹത്തിനുണ്ടായിരിക്കണം. അന്നുണ്ടെങ്കിൽ മാത്രമേ അയാളെ വെർച്വൽ പേഴ്സൺ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വെർച്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സെറ്റ് ഓഫ് ട്രേഡ്സ് ഉണ്ടായിരിക്കണം. അത് അദ്ദേഹത്തിന് ഒരു നല്ല ജീവിതത്തിലേക്ക് തന്നെ നയിക്കത്തക്ക വിധത്തിലുള്ള ട്രേഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ വെർച്യൂ എന്നിവിടെ പറയാനായിട്ട് സാധിക്കുള്ളൂ. വെർച്യൂസ് ആർ എക്സിബിറ്റഡ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. അതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ എന്ത് കാണിച്ചിരിക്കണം? ഈ വെർച്യൂസ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജീവിതം ആയിരിക്കണം അദ്ദേഹം നയിക്കേണ്ടത്. Aristotle believed that virtue ethics consist of happiness not on a wild sense but rather on a broader level. അരിസ്റ്റോട്ടിൽ എന്താണ് പറയുന്നത്? വെർച്യൂ എന്ന് പറയുന്നത് ഒരു ബിൽഡറെ പോലെ ഒരു ബ്രോഡർ വ്യൂ ഉണ്ടായിരിക്കണം. അല്ലാതെ അതൊരു നേരോ വ്യൂ ആയിരിക്കാൻ പാടില്ല. ബ്രോഡർ ലെവലിലുള്ളൊരു വ്യൂ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വൈൽഡ് സെൻസ് ആവാൻ പാടില്ല. സെൻസ് എന്ന് പറയുന്നത് നല്ലൊരു ജീവിതം നയിക്കുന്നതോടുകൂടി അതുപോലെ തന്നെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടുകൂടി അതിൽ നിന്നൊരു സന്തോഷം ആർജിക്കാനായിട്ട് ആ പേഴ്സണ് സാധിക്കണം എന്നുള്ളതാണ് ഇവിടെ ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഇത്രയാണ് വെർച്യൂ എത്തിക്സ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെർച്യൂ എത്തിക്സ് തിയറിയിൽ വെർച്യൂ എത്തിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് കൊടുക്കുന്നത്. അതിൽ ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും എന്ത് റിഫ്ലക്റ്റ് ചെയ്യണം? വെർച്വൽ ആക്ഷൻ റിഫ്ലക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ തീരുമാനത്തിലും മാത്രം ആ വെർച്വാലിറ്റി എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ചെയ്താൽ പോരാ, അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിലും ആ വെർച്യൂ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. അദ്ദേഹം അതിന് ആവശ്യമായിട്ടുള്ള നോളേജ് എന്ന് പറയുന്നത് സമ്പാദിച്ചിരിക്കണം. അതാണ് വെർച്യൂ എത്തിക്സ് തിയറി എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എത്തിക്സ് തിയറി എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറിയാണ്. അവിടെ ഫേഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
അപ്പോൾ പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി ഗോസ് ബിയോണ്ട് ദ ഫേഷ്യൽ വാല്യൂ ഓഫ് മൊറാലിറ്റി ആൻഡ് അഡ്രസ് ദ ഇന്നർ ഫീലിങ്സ് ഓഫ് എ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടായത്, അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു ഇൻഫോർമേഷനെയാണ് ഇവിടെ പോസ്റ്റ് മോഡേൺ എത്തിക്സ് എന്ന് പറയുന്നത്. അല്ലെ പുറമേ കാണുമ്പോൾ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിനെ പുറമേ നിന്നുള്ളൊരു വ്യൂവിലൂടെ കാണാതെ ആ സിറ്റുവേഷൻ്റെ ആധികാരികമായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡീനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് പോസ്റ്റ് മോഡേൺ എത്തിക്സ് എന്ന് പറയുന്നത്. സോ പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി ഗോസ് ബിയോണ്ട് ദ ഫേഷ്യൽ വാല്യൂ ഓഫ് ദ മൊറാലിറ്റി. ഫേഷ്യൽ വാല്യൂ ഓഫ് ദ മൊറാലിറ്റിയേക്കാൾ കൂടുതലായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഇന്നർ ഫീലിങ്സ് ഓഫ് എ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീലിങ്സ് എന്താണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത് പോസ്റ്റ് മോഡേൺ എത്തിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് a more holistic approach in which firms may make goals achievement as their priority, foregoing or having a minimal focus on values, hence having a long-term detrimental effect. ഹാനികരമാകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ പാടില്ല. പക്ഷേ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹോളിസ്റ്റിക് ആണ്. പരിശുദ്ധമായിട്ടുള്ളൊരു തീരുമാനങ്ങൾ, പരിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണം. അതല്ലാതെ കള്ളത്തരത്തിലൂടെ കുറേ സമ്പാദിക്കുക, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. പോസ്റ്റ് മോഡേൺ എത്തിക്സിൽ വരുന്നത് കൂടുതൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്, ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ കൂടുതൽ കൊടുക്കുന്നത്. അതല്ലാതെ കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് വാല്യൂ അഡീഷൻ അല്ല. കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, അതിൻ്റെ മോറൽ വാല്യൂവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നതിനെ നമ്മൾ അച്ചീവ് ചെയ്യണം. പക്ഷേ ഏതിലേക്ക് പോകാൻ പാടില്ല, ഹാൻസ് ഹാവിങ് എ ലോങ് ടേം ഡെട്രിമെൻ്റൽ ഇഫക്റ്റ്. ഹാനികരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ലോങ് ടേമിൽ പോവാത്ത വിധത്തിലുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി മൂലം പറയുന്നത്. On the other hand, there are firms today who are so value driven that their values become their ultimate goal. അപ്പോൾ ഇവിടെ കൂടുതൽ ഇപ്പോഴത്തെ മോഡേൺ തിയറി എന്ന് പറയുന്നത് തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിനേക്കാൾ കൂടുതലായിട്ട് വാല്യൂ അഡീഷൻ ഫോർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റിന് മാക്സിമം റിട്ടേൺ എങ്ങനെ സമ്പാദിക്കാം എന്ന് പറയുന്ന ഒരു തിയറിയിലേക്കാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ സ്ഥാപനങ്ങളും പോകുന്നത്. അതിലേക്ക് പോവാതെ പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി എന്ന് പറയുന്ന ഹോളിസ്റ്റിക് അപ്രോച്ച് കൂടുതലായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പോസ്റ്റ് മോഡേൺ എത്തിക്സിൽ പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേർണൻസ് തിയറിയിൽ 6 ആദ്യം പറയുന്ന ഫണ്ടമെൻ്റൽ കോർപ്പറേറ്റ് ഗവേർണൻസ് തിയറീസ് പറഞ്ഞതിന് ശേഷം 5 എത്തിക്സ് തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള 4 അപ്രോച്ച് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, എല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ഫണ്ടമെൻ്റൽ കോർപ്പറേറ്റ് തിയറീസ് എന്ന് പറയുന്നത് ഏജൻസീസ് തിയറി, സ്റ്റുവർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസ് തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ഇത് 4 നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തത് ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറിയും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ 6 ഫണ്ടമെൻ്റൽ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള 5 എത്തിക്സ് തിയറി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പറഞ്ഞത്, ബിസിനസ് എത്തിക്സ് തിയറി, ഫെമിനിസ്റ്റ് എത്തിക്സ് തിയറി, ഡിസ്കോഴ്സ് എത്തിക്സ് തിയറി, വെർച്വു എത്തിക്സ് തിയറി, പോസ്റ്റ് മോഡേൺ എത്തിക്സ് തിയറി. ഇത് 5 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും വായിച്ച് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിലുള്ള റെഫറൻസ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേജ് നമ്പർ 109 57 ആയിരുന്നു. അതായത് വോളണ്ടറി ഗൈഡ് ലൈൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 109 22ാമത്തെ ഒരു അസൈൻമെൻറ്റാണ് തരുന്നത്. അതായത് ക്ലാർക്ക് തോമസിൻ്റെ ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് ഗവേർണൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പഠനം നടത്തുകയും അതിനെക്കുറിച്ച് ഒരു റിവ്യൂ നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ കൂടുതലായിട്ട് വായിക്കാൻ ഞാൻ ഒരു ദിവസം ഒരു അസൈൻമെൻറ്റേ തരുന്നുള്ളൂ. അത്രയെങ്കിലും നിങ്ങൾ മിനിമമാണ്.
കൂടുതലായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുന്നോ അത്രയും പഠിക്കാൻ നോക്കുക. ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ചിങ് മാത്രമേ ലേണിംഗ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് സാധ്യമാവുന്നത്. അപ്പോൾ പറയുന്ന റെഫറൻസ് എങ്കിലും അന്നത്തെ ക്ലാസ്സുകളിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ റിവ്യൂ എഴുതി നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കുകയും വേണം. കൂടുതൽ വായിക്കുക, കൂടുതൽ അറിവ് സമ്പാദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Have a nice day.